10th സ്റ്റാൻഡേർഡിലെ 10ാം ക്ലാസ്സിലെ ഗണിതമാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ സമാന്തര ശ്രേണികൾ എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. ഓക്കെ, പദബന്ധങ്ങൾ എന്താണ് പദബന്ധങ്ങൾ എന്നാണ് ഇതിൽ നമ്മൾ എന്താ പഠിച്ചത്? ഈ സമാന്തര ശ്രേണിയിലെ 2 സ്ഥാനങ്ങളിലെ പദങ്ങൾ അറിഞ്ഞാൽ എന്താണ് ശ്രേണിയിലെ എല്ലാ പദങ്ങളും നമുക്ക് കണക്കാക്കാം അല്ലെ. അപ്പൊ എന്താണ് ഇനി ചോദിക്കുന്നത് എന്താണ്? ഒരു പദവും അതിന്റെ സ്ഥാനവും മാത്രം അറിയാമെങ്കിൽ എന്താണ് സമാന്തര ശ്രേണിയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്ഥാനം അതായത് 5ാം പദം 21 എന്ന് പറയാൻ വിചാരിച്ചോ. അപ്പൊ എന്താണ് ബാക്കി എന്തെങ്കിലും നമുക്ക് അറിയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ ഇവിടെ നോക്കിയേ, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 5 എന്ന് പറഞ്ഞാൽ ശ്രേണിയെ കുറിച്ച് മറ്റെന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ എന്നാണ്. അപ്പൊ നമുക്ക് എന്താക്കാം? പൊതുവ്യത്യാസം എന്തും ആക്കി എടുക്കുക അല്ലെ. പൊതുവ്യത്യാസം 1 എന്നാക്കി എടുക്കുകയാണെങ്കിൽ എന്താണ് ആ ശ്രേണി എന്താവും? ആദ്യ പദം അല്ലേ. അപ്പൊ അതിന്റെ അപ്പുറത്തുള്ളത് നോക്കുക. എന്താണ് 6, 7, 8, 9, 10 അല്ലെ. ഇനി എന്താണ് നമുക്ക് പൊതുവ്യത്യാസം എന്തും ആക്കിയിട്ട് എന്താ ഇനി പൊതുവ്യത്യാസം 2 ആണെങ്കിലോ 5, 7 പിന്നെ 9, 11 എക്സെട്ര അങ്ങനെ പോകും അല്ലെ. അപ്പൊ നമുക്ക് ഇനി ആദ്യ പദം അങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പോവാം അല്ലെ. ഇനി എന്താണ് പറയുന്നത്? സമാന്തര ശ്രേണിയുടെ 2ാം പദം 5 എന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചു അല്ലെ. 2ാം പദം 5 എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ 1ാം പദം നമുക്ക് കിട്ടണ്ടേ? അപ്പൊ നമ്മൾ എന്താണ് ഇതേപോലെ തന്നെ എന്താണ് പൊതുവ്യത്യാസം പലതായി എടുത്ത് എന്താണ് നമുക്കൊരു സമാന്തര ശ്രേണികൾ ഉണ്ടാക്കാം അല്ലെ. ഇനിയിപ്പോ 2ാം പദം 5 അല്ലേ. അപ്പൊ പൊതുവ്യത്യാസം 1 എന്നാക്കി എടുക്കുകയാണെങ്കിൽ 1ാം പദം എന്തായിരിക്കും? 5 1 കുറച്ചാൽ 4 അല്ലെ. 4, 5 പിന്നെ അടുത്ത 3ാം പദം എന്തായിരിക്കും? 5നോട് 1 കൂട്ടിയല്ലേ. പൊതുവ്യത്യാസം 1 എടുത്തിരിക്കുന്നത്. അപ്പൊ പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി പോവാണല്ലോ അല്ലെ. അപ്പൊ 5നോട് 1 കൂട്ടിയാൽ 6 അങ്ങനെ പറയാം അല്ലെ. അപ്പൊ പൊതുവ്യത്യാസം 1 ആക്കി എടുക്കുകയാണെങ്കിൽ 4, 5, 6 അങ്ങനെ പോലെ. ഇനി പൊതുവ്യത്യാസം 2 ആക്കി എടുക്കുകയാണെങ്കിലോ 5 അല്ലേ നമ്മൾ 2ാം പദം തന്നത്. അപ്പൊ 5ന്ന് 2 കുറച്ചാൽ 3. 1ാം പദം കിട്ടാതെ നമ്മൾ കുറയ്ക്കുക ചെയ്യുക അല്ലെ. പിന്നെ അടുത്ത പദം കിട്ടണമെങ്കിലോ 2 കൂട്ടുക അല്ലെ. അപ്പൊ 7. ഓക്കെ, പൊതുവ്യത്യാസം ആരാന്ന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. പൊതുവ്യത്യാസം √2 എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. പൊതുവ്യത്യാസം -1 എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും അല്ലെ. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് പറഞ്ഞുതരാം. നോക്കൂ, ഇപ്പൊ ഈ നടുക്കുള്ള ഈ സംഖ്യ 5 ഈ 5 എന്താണ് ഇത് ഈ അപ്പുറത്തുള്ള തുകയും ഇപ്പുറത്തുള്ള തുകയും ഒന്ന് കൂട്ടി നോക്കിയേ. 5ന്റെ അപ്പുറത്ത് പുറത്ത് എന്താണ് 6 + 4 10 അല്ലെ. അതേപോലെ ഇതിന്റെ അപ്പുറത്തുള്ള തുകയും ഇപ്പുറത്തുള്ള തുകയും കൂട്ടി നോക്കൂ. 7 + 3 എത്രയാണ്? 10 അല്ലെ. അങ്ങനെ എല്ലാം എടുത്ത് കൂട്ടി വെക്കുക. എല്ലാത്തിന്റെയും തുക എന്താ വരുന്നത്? 10 ആണ് അല്ലെ. അപ്പൊ നടുക്കുള്ള സംഖ്യ എത്രയാ? 5 അല്ലെ. അപ്പൊ ഈ നടുക്കുള്ള സംഖ്യനോട് എന്താണ് സംഖ്യന്റെ 2 മടങ്ങാണ് എന്ത് അപ്പുറത്തുള്ളതിന്റെ ഇപ്പുറത്തുള്ളതിന്റെ തുക അല്ലെ. അതിന്റെ എന്താണ് ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക എന്താണ്? ആ നടുക്കുള്ള സംഖ്യയുടെ എന്താണ് 2 മടങ്ങാന്ന് നമുക്ക് പറയാം അല്ലെ. ഇനി നോക്കിയേ, ഇത് ഏതെടുത്താലും അങ്ങനെ തന്നെ അല്ലെ. ഇത് എന്താണ് 4.5 + 5 എന്ന് പറഞ്ഞാലും 10 അല്ലെ. അപ്പൊ നമ്മള് ഈ നടുക്കുള്ള സംഖ്യയുടെ ഏത് പൊതുവായിട്ട് നമുക്ക് പറയുകയാണെന്ത് നടുക്കുള്ള സംഖ്യയുടെ എന്താണ് തുക എന്ന് പറയുന്നത് എന്താ അല്ല ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ് നടുക്കുള്ള സംഖ്യയുടെ 2 മടങ്ങാന്ന് നമുക്ക് പറയാം അല്ലെ. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം? ഈ 3 സംഖ്യകളും കൂടി കൂട്ടിയാലോ 4 + 5 + 6 എത്രയാ? 15 അല്ലെ. ഇതും അതേപോലെ തന്നെ 3 + 5 + 7 എന്ന് പറഞ്ഞാൽ എത്രയാ? 15. അപ്പൊ നമുക്ക് ഒരു തത്വം കൂടി ഇങ്ങനെ പറയാം അല്ലെ. നമുക്ക് എന്താ പറയാ? നമുക്ക് 15 അതൊക്കെ കിട്ടുന്നേ. അപ്പൊ നടുക്കുള്ള ഈ 3 സംഖ്യകളുടെയും തുക എന്ന് പറയാൻ എന്താണ് നടുക്കുള്ള സംഖ്യയുടെ 3 മടങ്ങാന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഈ 3 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നടുക്കുള്ള സംഖ്യയുടെ 3 മടങ്ങ് അല്ലെ. ഏത് ഇതാണെങ്കിലും. ഇനി എന്താണ് ആദ്യത്തെയും അവസാനത്തെയും തുക എന്ന് പറയുന്നത് എന്താണ് ഈ നടുക്കുള്ള സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഒരു സമാന്തരണിയിൽ ഒരു പദത്തിന്റെ തൊട്ടു പിന്നിലും തൊട്ടു മുന്നിലുമുള്ള പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ് ആദ്യം എടുത്ത പദത്തിന്റെ 2 മടങ്ങാണ് അല്ലെ. അതാണ് പറയുന്നത്. ഇനി എന്താണ് ഒരു സമാന്തര ശ്രേണിയിൽ ഒരു പദത്തിന്റെ 3 മടങ്ങാണ് അല്ലെ. ആ പദത്തിന്റെയും പിന്നെ അതിന്റെ തൊട്ടു മുന്നിലും പിന്നിലുമുള്ള 3ന്റെയും കൂടി തുക എന്ന് പറയുന്നത് എന്താണ് ആ പദത്തിന്റെ 3 മടങ്ങാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടി ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ 4, 5, 6 എന്നാണെങ്കിൽ എന്താണ് ഇവിടെ 5 അല്ലേ. അതിന് തൊട്ട് മുന്നിലും പിന്നിലുമുള്ള തുക എന്ന് പറയുന്നത് 4 + 6 10 അല്ലെ. അപ്പൊ ഈ നടുക്കുള്ള സംഖ്യയുടെ 2 മടങ്ങാണ് ഇതിന്റെ 2ന്റെയും തുക അല്ലെ. പിന്നെ വേറൊരു കാര്യം കൂടി എന്താണ് പറഞ്ഞത്? ഈ 3ന്റെയും തുക എന്ന് പറയുന്നത് എന്താണ് നടുക്കുള്ള സംഖ്യയുടെ 3 മടങ്ങാന്ന് പറയും അല്ലെ. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് പറയാം അല്ലെ. ഒന്ന് തിരിച്ചു പറയാം. എന്താണ് ഈ തുടർച്ചയായ 3 പദങ്ങളുടെയും തുകയുടെ 1/3 നടുവിലത്തെ പദം അല്ലെ. ഈ നടുവത്തെ പദത്തിന്റെ 3 മടങ്ങാണ് 3 പദങ്ങളുടെ തുക എന്നും പറയാം. അതുപോലെ എന്താണ് 3 പദങ്ങളുടെയും തുകയുടെ 3 പദങ്ങളുടെ തുകയുടെ 1/3 എന്ത് ഈ
നടുക്കുള്ള തുക, നടുവിലെ പദം എന്ന് പറയാം അല്ലെ. ഓക്കെ, നടുവിലെ പദം എന്താണ് 3/1 പറയാം അല്ലെ. നോക്കിയാ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 15 അല്ലെ. 15ന്റെ 3/1 എന്ന് പറയുന്നത് എത്രയാണ്? 5. അതല്ലേ നടുക്ക് വന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഇനി എന്താ നോക്കിയാ, ഉദാഹരണമായിട്ട് ഒരു സമാന്തര ശ്രേണിയിലെ 5, 6, 7 സ്ഥാനങ്ങളുടെ പദങ്ങളുടെ തുക 30 ചോദിച്ചു. 5, 6, 7 സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുക 30 ആണെങ്കിൽ ആറാം പദം എന്താണ്? 30/3 അല്ലെ. 30/3 പറയുമ്പോ 10 അല്ലെ. അപ്പൊ 10 ആയിരിക്കും എന്ത്? ഈ ആറാമത്തെ സ്ഥാനം അല്ലെ. ഓക്കെ, ആറാമത്തെ പദം, ആറാം സ്ഥാനത്തിന്റെ പദം എന്ന് പറയുന്നത് എന്താണ്? 10 ആയിരിക്കും അല്ലെ. 3/1 എന്നല്ല പറഞ്ഞേ. അപ്പൊ 30/3 അല്ലെ, അല്ലെങ്കിൽ 30/1/3 പറഞ്ഞാലും സെയിം തന്നെ അല്ലെ. അപ്പൊ എന്താ? 10. അപ്പൊ ആറാം സ്ഥാനം എന്താണ്? 10 ആണ് അല്ലെ. ഇനി എന്താണ് അടുത്ത് പറയുന്നത്? എന്തൊക്കെ ഇപ്പൊ ഒറ്റ സ്ഥാനമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി 2 സ്ഥാനം അങ്ങോട്ട് വിടുകയാണ്. ഇനി നമുക്ക് 6 എടുക്കുകയാണെങ്കിൽ എന്താണ്? 5ന്റെ അപ്പുറത്ത് 4, 4ഉം പിന്നെ 7ന്റെ അപ്പുറത്ത് 8 അല്ലെ. അപ്പൊ 4ാം സ്ഥാനവും 8ാം സ്ഥാനവും എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയ ഒരു പൊതുവെ പറയുന്നത് എന്താണ്? ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിന്റെ മുന്നിലും പിന്നിലും ഒരേ 2 പദങ്ങളുടെ തുക നടുവിലെ പദത്തിന്റെ 2 മടങ്ങാണ് നമ്മളിപ്പോ പറഞ്ഞില്ലേ. അതുപോലെ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിന്റെയും അതിന്റെ മുന്നിലും പിന്നിലും തുടർച്ചയായ ഒന്നും ചോദിച്ചോ. അപ്പോ എന്താണ്? തുടർച്ചയായ ഒരേ എണ്ണം പദങ്ങളുടെ തുക എന്താണ്? നടുവിലെ പദത്തിന്റെയും മൊത്തം പദങ്ങളുടെ എണ്ണത്തിന്റെയും ഗുണനഫലമാണ് കേട്ടോ. നടുവിലെ പദത്തിന്റെയും മൊത്തം പദങ്ങളുടെ എണ്ണത്തിന്റെയും ഫലമാണ്. ഇവിടെ നോക്ക്, ഈ സമാന്തര ശ്രേണി എടുത്ത്. ഓക്കെ, ഇത് നമ്മൾ നോക്കാം. 2, 4, 6, 8, 10, 12, 14, 16, 18. ഓക്കെ, ഇനി ഞാൻ എന്താണ്? ഈ 1, 2, 3, 4 5ാം പദം 10 ആണല്ലോ ഇവിടെ. 5ാം പദം 10 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ 5ാം പദം 10 ആവുമ്പോ 5ാം പദം എന്താണ്? 10 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് 5ാം പദാണ്, ഇത് 5ാം പദം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4ാം പദവും 6ാം പദവും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് രണ്ടും കൂടി കൂട്ടുക അല്ലെ. അപ്പൊ 8 + 12 എന്താണ്? 20 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ 2 മടങ്ങാണ്. ഇനി അടുത്ത എന്താണ്? 3ാം പദവും പിന്നെ എന്താണ്? ഇത് എത്രാം പദമാണ്? 7ാം പദവും അല്ലെ. 3ാം പദവും 7ാം പദവും നടുക്കുള്ള പദവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ 3ാം പദം എന്ന് പറയുമ്പോൾ എത്രയാണ്? 6. 7ാം പദം എന്ന് പറയുന്നത് എത്ര? 14. 14 + 6 എത്ര? 20 അല്ലെ. അപ്പൊ ഈ 10ന്റെ 2 മടങ്ങാണ്. ഓക്കെ, ഇനി മറ്റേതും എടുത്തു നോക്കൂ. ഇതിന്റെ ഈ 10ന്റെ 2 മടങ്ങാണ്. അതുപോലെ ഇതും നോക്കൂ. 1ാം പദവും ഈ 6, ഈ 8, 9ാം പദവും എത്രയാണ്? ആ രണ്ടും കൂടി കൂട്ടു. 18 + 2 20 അല്ലെ. അപ്പൊ ഈ നടുക്കുള്ള സംഖ്യയുടെ 2 മടങ്ങാണ്. അത് മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയുന്നത് എന്താണ്? എല്ലാം കൂടി എടുക്കുകയാണ്. എന്താണ്? ഈ നടുക്കുള്ള സംഖ്യയുടെ ഈ ഇപ്പുറത്തുള്ള 2 പദങ്ങളും ഇപ്പുറത്തുള്ള 2 പദങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അല്ലെ. അപ്പൊ ആ തുക നോക്കിയാൽ ഇത് 10 അല്ലേ. അങ്ങനെ ആവുമ്പോ 6 + 8 + 12 + 14 എത്രയാണ്? 8, 20, 40 അല്ലെ. അപ്പൊ എന്താണ്? ഇത് എത്ര ഉണ്ട്? 1, 2, 3, 4 അല്ലെ. 40 അല്ലെ. അപ്പൊ 4 ഉണ്ട് അല്ലെ. അപ്പൊ കൂട്ടിയ എത്ര? 40 ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഈ പദത്തിന്റെ നടുക്കുള്ള പദത്തിന്റെ എന്താണ്? 4 മടങ്ങാണ്. അപ്പൊ എണ്ണത്തിനനുസരിച്ചാണ് എന്ത്? ഈ നടുക്കുള്ള സംഖ്യന്റെ ബന്ധം വരുന്നത് അല്ലെ. അപ്പൊ 4 × എന്താണ്? ഈ നടുക്കുള്ള സംഖ്യ 10 അല്ലേ. അപ്പൊ 40. ഇനി അപ്പുറത്തുള്ള ഈ ഒരു സംഖ്യ കൂടി എടുക്കുകയാണ്. 4 + 6 + 8 + 12 + 14 + 16 എത്രയാണ്? കൂട്ടി നോക്കൂ. 40, 60 അല്ലെ. അപ്പൊ 6 1, 2, 3, 4, 5, 6 ഉണ്ട് അല്ലെ. 10 കഴിഞ്ഞിട്ടുള്ള എന്താ? 10ന്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് 3, 3 അല്ലേ. അപ്പൊ 6 അല്ലേ. അപ്പൊ 6ന്റെ ഈ നടുക്കുള്ള സംഖ്യനോട് ഗുണിക്കുക. 6 × 10 60. അപ്പൊ എല്ലാം കൂടി അതിന്റെ തുക എന്ന് പറയുന്നത് എന്താണ്? 60 എന്ന് കിട്ടിയില്ലേ. ഇനി ഞാൻ എടുക്കുന്നത് എന്താണ്? മൊത്തം സംഖ്യ എടുക്കുകയാണ്. 1, 2, 3, 4 ഇപ്പുറത്ത് 4ഉം ഇപ്പുറത്ത് 4 അല്ലെ. അപ്പൊ മൊത്തം എത്ര? 8 അല്ലെ. അപ്പൊ 8 × നടുക്കുള്ള സംഖ്യ ഗുണിക്കുക 10 അല്ലെ. 8 × 10 എത്ര? 80. അപ്പൊ ഈ തുക ഒന്ന് കൂട്ടി നോക്കിയേ. ഈ 4ഉം കൂടി കൂട്ടി നോക്കിയാൽ എത്രയാ? 80 കിട്ടുക അല്ലെ. അതാണ് അല്ലെ. എണ്ണത്തിനോടാണ് അല്ലെ. നടുക്കുള്ള സംഖ്യ ഇൻറ്റു ഇപ്പുറത്തുള്ളയും സംഖ്യകളുടെ പദങ്ങളുടെ എണ്ണം അല്ലെ. അതിനോട് ഗുണിച്ചാൽ എന്താണ്? ഇതിന്റെ തുക കിട്ടുക നമുക്ക്. അപ്പൊ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിന്റെയും അതിന്റെ മുന്നിലും പിന്നിലും തുടർച്ചയായ എണ്ണം പദങ്ങളുടെയും തുക എന്താണ്? നടുവിലെ പദത്തിന്റെയും മൊത്തം പദങ്ങളുടെ എണ്ണത്തിന്റെയും എന്താണ്? ഗുണനഫലമാണ്. പിന്നെ നമുക്കൊരു കാര്യം കൂടി പറയാം. എന്താണ്? ഇതിൽ അല്ലേ സമാന്തര ഒരു പദത്തിന്റെയും, അപ്പൊ ഒരു പദം എന്ന് പറഞ്ഞാൽ 10 അല്ലെ. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള തുടർച്ചയായ എന്താണ്? പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ അപ്പുറത്തുള്ള തുക എന്ന് പറയുന്നത് എത്രയാണ്? 80ഉം പിന്നെ ഇതൊന്നും കൂടി കിട്ടാൻ എത്ര? 90 അല്ലെ. അപ്പൊ 90 നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. അതെന്ന് പറയുന്നത് എത്ര? 90.
ഓക്കെ 90. ഈ 90 എന്താണ്? പിന്നെ ഇവിടെ എന്താണ്? നടുവിലെ പദത്തിന്റെയും മൊത്തം പദങ്ങളുടെ എണ്ണത്തിന്റെയും ഗുണനഫലം അല്ലെ. നടുവിലെ പദം എന്ന് പറയുന്നത് എത്രയാ? 10 അല്ലെ. പിന്നെ മറ്റേ മൊത്തം പദങ്ങൾ എത്രയാണ്? 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ 9 × 10 എത്രയാ? 90 എന്നല്ലേ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ഇത്? മൊത്തം ഇതിന്റെ തുക എന്ന് പറയുന്നത് എന്താണ്? മൊത്തം പദങ്ങളുടെ എണ്ണം ഇൻറ്റു നടുവിലെ പദം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? രണ്ടും സെയിം ആയിട്ട് തന്നെ കിട്ടും. ദെൻ ഇനി നമ്മൾ പറയുന്നത് ഉദാഹരണമായി ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 25 ആണെങ്കിൽ മുകളിൽ ആദ്യം പറഞ്ഞതനുസരിച്ച് ഏതൊക്കെ നമുക്ക് കണക്കാക്കാം? 9ാം പദത്തിന്റെയും 11ാം പദത്തിന്റെയും തുക എന്ന് പറയുമ്പോൾ 25 × 2 50. 8ാം പദത്തിന്റെയും 12ാം പദത്തിന്റെയും തുക പറയുമ്പോൾ 25 × 2 50. പിന്നെ 7ാം പദത്തിന്റെയും 13ാം പദത്തിന്റെയും തുക പറയുന്നത് 25 × 2 = 50. പിന്നെ 6ാം പദത്തിന്റെയും 14ാം പദത്തിന്റെയും തുക പറയുമ്പോൾ 25 × 2 50 അല്ലെ. അപ്പൊ അങ്ങനെ കുറെ നമുക്ക് കണക്കാക്കാം അല്ലെ, 1 വരെ കണക്കാക്കാം അല്ലെ. ഓക്കെ, ഇനി എന്താ ഇവിടെ പറയുന്നത്? മുകളിൽ പറഞ്ഞ കാര്യം ഉപയോഗിച്ച് നമുക്ക് ഏതെല്ലാം തുകകളെ കണക്കാക്കുക? 9 10 11 സ്ഥാനങ്ങളിലെ തുക അറിയുമ്പോൾ എത്ര? 3 കൂടി ആവുമ്പോ ഈ 25 × 3 75 അല്ലെ. 10ാം പദം 25 തന്നില്ലേ. അപ്പൊ 3 കൂടി കൂട്ടി എന്താണ്? 3 കൂടി എന്താണ്? 3 സ്ഥാനങ്ങളിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 3 സ്ഥാനങ്ങളിലെയും തുക എന്ന് പറയുന്നത് എന്താണ്? 25 × 3 75. 3 മടങ്ങാന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നോക്കിയാ 1 2 3 4 5 അല്ലെ. ഇപ്പുറത്ത് 2 ഇപ്പുറത്ത് 2 അല്ലെ. അപ്പൊ അതിന്റെ സ്ഥാനങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ? ഇതെല്ലാം കൂടി എണ്ണുക. 1 2 3 4 5 അല്ലെ. 5 × നടുക്കത്തെ ഈ സംഖ്യ അല്ലെ. നടുക്കത്തെ സ്ഥാനം എത്രയാണ്? നടുക്കത്തെ സ്ഥാനം 10ാം പദം എത്രയാണ്? 25 തന്നിട്ടില്ലേ. അപ്പൊ 25 × 5 125 എന്ന് കിട്ടും അല്ലെ. ഈ സ്ഥാനങ്ങളിലൊക്കെ തുക എന്താണ്? 125 എന്ന് കിട്ടും അല്ലെ. അപ്പൊ അതേപോലെ നമ്മൾ എന്താണ് അതിന്റെ അപ്പുറത്തുള്ളത് ഒന്നും കൂടി കൂട്ടിയിട്ട് എല്ലാം കാണാം അല്ലെ. അപ്പൊ എണ്ണത്തിന് ആ തുകനോട് കൊണ്ട് എന്താ തുക കാണുന്നുണ്ടെങ്കിൽ, ആ സ്ഥാനങ്ങളിലെ തുക കാണുന്നുണ്ടെങ്കിൽ എന്താണ്? തന്നിരിക്കുന്ന ആ പദം ഇൻറ്റു ആ എണ്ണങ്ങൾ അല്ലെ. സ്ഥാനങ്ങളുടെ എണ്ണാണ് പദങ്ങളുടെ എണ്ണം. അപ്പൊ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറെ പദങ്ങൾ എന്താണ്? എണ്ണം ഒറ്റ സംഖ്യയായി എടുത്താൽ അവയുടെ തുക എന്താ? നടുവിലെ പദത്തിന്റെയും പദങ്ങളുടെ എണ്ണത്തിന്റെയും ഗുണനഫലമാണ് അല്ലെ. അതായത് ഒരു സമാന്തര ശ്രേണിയെ തുടർച്ചയായ കുറെ പദങ്ങൾ എണ്ണം ഒറ്റ സംഖ്യ ആവണം കേട്ടോ. അതിന്റെ അപ്പുറത്ത് 2 ആണെങ്കിൽ ആ നടുക്കുള്ള സംഖ്യന്റെ ഇപ്പുറത്ത് 2 ആവണം. ഇനി ഇപ്പുറത്ത് എന്താണ്? 4 ആണെങ്കിൽ ഇപ്പുറത്തും 4 ആവണം. ഈ സംഖ്യ ഈ നടുക്കുള്ള സംഖ്യയുടെ ഇപ്പുറത്ത് 3 ആണെങ്കിൽ ഈ സംഖ്യ കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ളതും എന്താവണം? 3 ആവണം അല്ലെ. ഓക്കെ, അപ്പൊ എണ്ണം ഒറ്റ സംഖ്യയായി കൊടുത്താൽ എന്താ? അവയുടെ തുക എന്താ? നടുവിലെ പദത്തിന്റെയും പദങ്ങളുടെ എണ്ണത്തിന്റെയും ഗുണനഫലമാണെന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാ? നമുക്ക് നോക്കാം അല്ലെ. ഇതൊരു ചോദ്യം നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയുടെ പദം എത്രയാണ്? 8 ആണ്. ഈ ചുവടെ പറയുന്ന 2 പദങ്ങളുടെ തുക കണക്കാക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. നോക്ക്, ഇനി 4ാമതാണ് 8 തന്നിരിക്കുന്നത് അല്ലെ. ഈ ചുവടെ പറയുന്ന 2 പദങ്ങളുടെ തുക കണക്കാക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. 3ാം പദവും 5ാം പദവും അല്ലെ. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്പറാണ് അല്ലെ. അപ്പൊ ഇതിന്റെ കണക്കാക്ക എങ്ങനെയാണ്? 3 ഉം 5 അല്ലെ. അപ്പൊ ഈ നടുക്കുള്ളതിന്റെ എന്താണ്? 2 മടങ്ങാന്ന് നമ്മൾ പഠിച്ചില്ലേ ഇതിന്റെ തുക അറിയുന്നത്. അപ്പൊ 2 മടങ്ങ് പറയുമ്പോ എത്രയാണ്? 2 × 8 എത്രയാണ്? 16 എന്ന് വരും അല്ലെ. അപ്പൊ ഇതിന്റെ എത്രയാണ്? അതിന്റെ 5ാം പദവും 5ാം പദത്തിന്റെയും 3ാം പദത്തിന്റെയും തുക എത്രയാണ്? 2 8 16 അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കാം? 16 എന്ന് പറയാം അല്ലെ. ഓക്കെ, ഇനിയോ 2ാം പദവും 6ാം പദവും. 2ാം പദം ഇത്, 2ാം പദവും 6ാം പദവും. അപ്പൊ 2 എണ്ണം അങ്ങോട്ട് വന്നു അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാ? 2ാം പദവും 6ാം പദവും. 2ാം പദവും 6ാം പദവും എന്താണ്? 2 മടങ്ങനെ അല്ലെ. അപ്പൊ 2 × 8 16 അല്ലെ. ഇപ്പൊ 16 തന്നെ ഇതും വരുന്നത്. ദെൻ അടുത്ത എന്താണ്? 2 മടങ്ങല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 16. ദെൻ അടുത്ത എന്താണ്? 1ാം പദവും 7ാം പദവും പദങ്ങളുടെ തുക. 2 പദങ്ങളുടെ അല്ലേ. അപ്പൊ 1 ഉം 7 അല്ലെ. അപ്പൊ 1 2 3 ഇപ്പുറത്തുള്ള 3 അല്ലെ. അപ്പൊ 1 7 അല്ലേ വെച്ചിരിക്കുന്നത്. അപ്പൊ അതും എന്താണ്? 2 മടങ്ങ് തന്നെ അല്ലെ. അപ്പൊ എന്താണ്? ഈ 8ന്റെ അല്ലെ 4ാം പദത്തിന്റെ 2 മടങ്ങാണ് എന്ത്? അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും തുക അല്ലെ. അപ്പൊ അതും എത്രയാണ്? 16 എന്ന് പറയാം അല്ലെ. ഓക്കെ, 16. ഓക്കെ, ഇതും 16 ആയി അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താ? 3ാം പദം 4ാം പദം 5ാം പദം എന്നീ 3 പദങ്ങളുടെ തുക എന്താണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ 3ാം പദം 4ാം പദം 5ാം പദം ഈ 3 പദങ്ങളുടെയും തുക എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 മടങ്ങാന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. 2 പദമാണ് എടുക്കുന്നതെങ്കിൽ 2 മടങ്ങ് അല്ലെ. 3 പദമാണ് എടുക്കുന്നെങ്കിലോ 3 മടങ്ങ് അല്ലെ. അപ്പൊ തന്നിരിക്കുന്നത് എന്താ? 8 ആണ് അല്ലെ. അപ്പൊ 3 മടങ്ങ് പറയുമ്പോ 3 8 എത്ര? 24 അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കാം? അത് 24 എന്ന് പറയാം അല്ലെ. 24. ഓക്കെ.
ദെൻ അടുത്ത എന്താണ് രണ്ടാം പദം മുതൽ ആറാം പദം വരെയുള്ള 5 പദങ്ങളുടെ തുക എന്താന്ന് വെച്ചിരിക്കുന്നത്. രണ്ടാം പദം മുതൽ ആറാം പദം വരെയുള്ള 5 പദങ്ങളുടെ തുകയാണ് അല്ലെ. അപ്പൊ എന്താണ് 5 പദങ്ങളുടെ തുക അല്ലേ. അപ്പൊ 5 × 8 എത്രയാ 5 × 8 40 അല്ലെ. അപ്പൊ 40 ഓക്കെ. 5 × 8 40. ദെൻ അടുത്തെന്താ. അപ്പൊ സിമ്പിൾ അല്ലേ. നമുക്ക് എത്ര പദങ്ങളുടെ തുകയാണ് അതാ തന്നിരിക്കുന്ന പദത്തിനോട് അങ്ങ് ഗുണിച്ചാൽ മതി അല്ലെ. എന്താണ് എത്ര പദങ്ങളുടെ ആണോ വേണ്ടത് ആ പദങ്ങളുടെ തുക കാണണമെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന എണ്ണത്തിനോട് ആ പദം ഗുണിച്ചാൽ മതി. ദെൻ അടുത്ത നോക്കിയേ. 1-ാം പദം മുതൽ 7-ാം പദം വരെയുള്ള 7 പദങ്ങളുടെ തുക. അപ്പൊ 7 × എന്താ 4-ാം പദം എത്ര 8 അല്ലെ. 7 8 എത്രയാണ് അതങ്ങനെ എഴുതിയാൽ മതി അല്ലെ. 56 അല്ലെ. 56 നിങ്ങൾ 7 56. ഇനി നോക്കി അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 2ഉം 9-ാം പദം 10-ാം പദം 11-ാം പദം ഇവയുടെ തുക 90ഉമാണ്. അപ്പൊ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ കണക്കാക്കുക. അത് നോക്കിയാൽ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 2 തന്നിട്ടുണ്ട് അല്ലെ. പൊതുവ്യത്യാസം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് 2 തന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ. പൊതുവ്യത്യാസം 2 തന്ന് പൊതുവ്യത്യാസം 2 തന്നില്ലേ. ഇനി എന്താ 9-ാം പദം 10-ാം പദം 11-ാം പദം ഇവയുടെ തുക എന്താണ് 90 ആണെന്ന് ആണ്. എന്താണ് 9-ാം പദം 10-ാം പദം 11-ാം പദം. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഇങ്ങനെ കാണാം കേട്ടോ. 9-ാം പദം 10-ാം പദം 11-ാം പദം അല്ലേ. ഈ 3 പദങ്ങളുടെയും ഈ നടുക്കുള്ള ഈ പദം കാണുന്നുണ്ടെങ്കിൽ എന്താ 3-ൽ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് തുക 90 തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് 90 ഹരിക്കണം 3 എത്രയാണ് 90 ഹരിക്കണം 3 എത്രയാണ് 30 അല്ലേ. അപ്പൊ നമുക്ക് 10-ാം പദം എന്ത് കിട്ടി. നമുക്ക് 10th ടേം എന്ത് കിട്ടി. 10-ാം പദം 10th ടേം 10-ാം പദം ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക് 90 ഹരിക്കണം 3 അല്ലെ. 90/3 = എത്രയാണ് 30 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് 10-ാം പദം കിട്ടി നമുക്ക് അല്ലെ. ഇനി എന്താണ് 10-ാം പദം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് പൊതുവ്യത്യാസം എത്രയാ 2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് പൊതുവ്യത്യാസം 2 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 10-ാം പദം തന്നിട്ടുണ്ട് അതുപോലെ പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ നമുക്ക് 1-ാം പദം കണ്ടുപിടിച്ചൂടെ. നമ്മൾ പണ്ട് പഠിച്ച ഓർമ്മ ഉണ്ടോ. പണ്ടല്ല ഈ ചാപ്റ്ററിൽ തന്നെ അല്ലെ. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തേ പഠിച്ചിരുന്നത് ഒരു പദം തന്നിട്ട് അതിന്റെ പൊതുവ്യത്യാസം പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ടേം കാണാൻ എങ്ങനെയാ nth ടേം കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു. മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ എന്താണ് ആദ്യ പദം പ്ലസ് എന്താണ് ആ ഏത് ടേം ആണോ കാണേണ്ടത് അതിന് 1 കുറച്ചിട്ട് പൊതുവ്യത്യാസത്തിനോട് ഗുണിക്കുക അല്ലെ. ആദ്യ പദം പ്ലസ് n-1 × d എന്ന് പറഞ്ഞിട്ട് അല്ലെ. ഇനി എന്താണ് പിന്നോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഈ പദത്തിൽ നിന്ന് തന്നിരിക്കുന്ന ആ പദത്തിൽ നിന്ന് എന്താണ് ആദ്യ പദത്തിലേക്ക് എത്ര പൊതുവ്യത്യാസം ഉണ്ടാക്കണം. അപ്പൊ നോക്കുക അവിടെ 10-ാം പദം തന്നിരിക്കുന്നത് 10 നിന്ന് 1ലേക്ക് എത്തണമെങ്കിൽ എത്ര 9 പൊതുവ്യത്യാസങ്ങൾ കൂട്ടണം അല്ലെ. ഓക്കെ. അപ്പോ ഇവിടുന്ന് എന്താ കുറയ്ക്കുകയാണ് വേണ്ട. 9 പൊതുവ്യത്യാസം കുറയ്ക്കും. 10 നിന്ന് 1ലേക്ക് എത്തണമെങ്കിൽ 1ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെ. 10 നിന്ന് കുറച്ച് 9 അല്ലെ. അപ്പൊ നമുക്ക് അതാ 9 കിട്ടിയല്ലോ. ഇനി 10-ാം പദം നമുക്ക് കിട്ടിയില്ലേ എന്താണ് 30. അപ്പൊ 30 മൈനസ് 1-ാം പദമാണ് കേട്ടോ. ഫസ്റ്റ് ടേം എന്താണ് കിട്ടുക ആദ്യത്തെ ടേം ഫസ്റ്റ് ടേം 1-ാം പദമാണ് കേട്ടോ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പൊ 1-ാം പദം സമം എന്താണ് 1-ാം പദം സമം ഓക്കെ. 1-ാം പദം സമം എന്താണ് തന്നിരിക്കുന്ന 10-ാം പദം എത്രയാണ് നമുക്ക് കണ്ടുപിടിച്ചതാണ് അല്ലെ 30 അല്ലെ. 30 മൈനസ് പിന്നെന്താണ് 9 × എത്രയാണ് 9 × 2 അല്ലെ. പൊതുവ്യത്യാസം 2 അല്ലേ. അപ്പൊ = 30 മൈനസ് നമ്മൾ പഠിച്ച സംഭവങ്ങൾ പിന്നെ മറക്കാൻ പാടില്ല കേട്ടോ. 9 × 2 എത്രയാണ് 18 അല്ലെ. = എത്രയാണ് 30 മൈനസ് 18 എത്രയാണ് 12 അല്ലെ. അപ്പൊ ആദ്യ പദം എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 12 അല്ലെ. അപ്പൊ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ കണക്കാക്കാൻ പറഞ്ഞില്ലേ. അപ്പൊ ആദ്യത്തെ പദം എന്താണ് 12 എന്ന് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ടീച്ചർക്ക് ഇവിടെ സ്ഥലം ഇപ്പുറത്ത് ഇരുന്ന് കേട്ടോ. അപ്പം ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യ പദം നമുക്ക് കിട്ടി 12 അല്ലെ. പൊതുവ്യത്യാസം 2 എന്ന് അറിയാലോ. അപ്പൊ 2 കൂട്ടി പോവല്ലേ ചെയ്യുന്നത്. 12 2 കൂട്ടി എത്ര 14. 14 2 കൂട്ടി എത്ര 16. അപ്പൊ എന്താണ് 3 പദങ്ങൾ ഇതൊക്കെയാണ് അല്ലെ. 12 14 16 അല്ലെ. അപ്പൊ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ സമം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 12 14 16 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ.